ഈ ഹീമോഗ്ലോബിൻ എത്ര ആയിട്ടും കൂടുന്നില്ലല്ലേ? ടാബ്ലറ്റ്സോ സിറപ്പോ ഒന്നും കഴിച്ചിട്ട് ഇത് കൂടുന്നില്ല. ഹീമോഗ്ലോബിൻ ടെസ്റ്റ് ചെയ്യുമ്പോഴൊക്കെ കുറവാണ്. സാധാരണ സ്ത്രീകൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണിത്. ഇതിന്റെ കാരണം നിങ്ങൾ കഴിക്കുന്ന അയൺ ടാബ്ലറ്റ്സ് പ്രോപ്പർ ആയിട്ട് എടുക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. സാധാരണ കഴിക്കാറുള്ളത് ആഹാരത്തിന് ശേഷമാണ് അയൺ ടാബ്ലറ്റ്സ് കഴിക്കാറുള്ളത്. എല്ലാവരും കഴിക്കുന്നത്, കാരണം അതിന് വയറിന് ബുദ്ധിമുട്ട് വരാൻ സാധ്യതയുണ്ട്. പക്ഷേ ആക്ച്വൽ അഡ്മിനിസ്ട്രേഷൻ മെത്തേഡ് എന്ന് പറയുന്നത് അയൺ ടാബ്ലറ്റ് ഷുഡ് ബി ടേക്കൺ ബിഫോർ ഫുഡാണ്. ആഹാരത്തിന് മുമ്പ് എടുക്കണം. അത് മാൻഡേറ്ററി കാര്യമാണ്. പക്ഷേ അവിടെയും ശ്രദ്ധിക്കുക, ചില ആളുകൾക്ക് ഈ അയൺ ടാബ്ലറ്റ്സ് ഗ്യാസ് സംബന്ധമായ ബുദ്ധിമുട്ടോ വയറിനൊരു പിടുത്തം മലബന്ധ ബുദ്ധിമുട്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അത്തരം ആളുകൾ ശ്രദ്ധിക്കേണ്ടത് ആഹാരം കഴിച്ച് 10 മിനിറ്റ് കഴിഞ്ഞിട്ട് കഴിക്കാം. അപ്പൊ ഇവിടെ അയണിന്റെ ആഗിരണം പ്രോപ്പറായി നടക്കാൻ വേണ്ടിയിട്ടാണ് ആഹാരത്തിന് മുന്നേ കഴിക്കാനുള്ള കാരണം അസിഡിക്കിന്റെ ലെവൽ നിർബന്ധമാണ് അയണിന്റെ ആഗിരണം നടക്കണമെന്നുണ്ടെങ്കിൽ. അങ്ങനെയെങ്കിൽ ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ എങ്ങനെ അസിഡിക് ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും? അവിടെയാണ് നമ്മുടെ സിട്രസ് ഫ്രൂട്ട്, അതായത് ചെറുനാരങ്ങ അല്ലെങ്കിൽ ഓറഞ്ച് അല്ലെങ്കിൽ ബുർത്തുഹാൽ പോലത്തെ അത്തരം ഫ്രൂട്ട്സുകൾ അതിന് ശേഷം കഴിക്കാം. അതായത് അതിൽ സിട്രിക് ആസിഡ് ഉണ്ട്, പ്ലസ് വൈറ്റമിൻ സി ഉണ്ട്. ഈ വൈറ്റമിൻ സിയുടെ പ്രസൻസ് എന്ന് പറയുന്നത് അയണിന്റെ മാക്സിമം പീക്ക് അബ്സോർഷൻ എന്തെയും അറ്റൈൻ ചെയ്യാൻ വേണ്ടി സാധിക്കും. സോ ഒന്ന്, നിങ്ങൾ ടാബ്ലറ്റ്സ് എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കാം, ഒന്നെങ്കിൽ ആഹാരത്തിന് മുന്നേ കഴിക്കാം, ഇല്ലെങ്കിൽ ആഹാരത്തിന് ശേഷം ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് കഴിക്കാം. അതിന്റെ കൂടെ ഒരു ഓറഞ്ചോ ബുർത്തുഹാലോ ചെറുനാരങ്ങയുടെ വെള്ളമോ എന്തെങ്കിലും ഒന്ന് കുടിക്കാം. ഒന്ന്. രണ്ടാമതായിട്ട്, നിങ്ങൾ രക്തം കൂടാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തെങ്കിലും സാലഡുകൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഒരിക്കലും തന്നെ നട്സോ കാര്യങ്ങളോ കഴിക്കരുത്. അത് പ്രകാരം തന്നെ അയൺ ഗുളിക കുടിക്കുന്ന സമയത്ത് നട്സ് കഴിക്കാൻ പാടില്ല. അതായത് ഈ പറയുന്ന രക്തം കൂടാൻ വേണ്ടിയിട്ട് അയൺ ആഗിരണം നടക്കേണ്ടതായിട്ടുള്ള ഫ്രൂട്ട്സ് കഴിക്കുന്ന സമയത്തും നട്സ് കഴിക്കാൻ പാടില്ല. ടാബ്ലറ്റ്സ് സിറപ്പ് എടുക്കുന്ന സമയത്ത് അയണിന്റെ ടാബ്ലറ്റ്സ് ഓഫ് ഫോർമുലേഷൻസ് എടുക്കുന്ന സമയത്തും എന്ത് ചെയ്യാൻ പാടില്ല? നട്സ് കഴിക്കാൻ പാടില്ല. ഈ സമയത്ത് പാല് കുടിക്കാൻ പാടില്ല. പാലും ഒരു 2 മണിക്കൂർ ഗ്യാപ്പ് നിർബന്ധമായിട്ടും മെയിൻറ്റെയിൻ ചെയ്യുന്നതായിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ആവുന്ന സമയത്ത് അയൺ എന്ന് പറയുന്ന പ്രധാന കണ്ടന്റ് ഓഫ് ബ്ലഡ് അത് നമ്മൾ കൊടുത്തു. ദെൻ നെക്സ്റ്റ് പാർട്ട്, ഇതിനേക്കാൾ പ്രധാനപ്പെട്ട പറഞ്ഞു വെള്ളം എന്ന് പറയുന്ന സാധനം. ഈ വെള്ളം, നല്ല വെള്ളം കുടിക്കാം. ഡെഫിനറ്റ്ലി വിത്തിൻ 3 മന്ത് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാൾ അപ്പുറത്തേക്കുള്ള റിസൾട്ട് രക്തത്തിന്റെ കാര്യത്തിൽ കിട്ടുന്നുണ്ടായിരിക്കും.